ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അവലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവൽ ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അല്ലാത്തപ്പോഴും അതുപോലെ മുതിർന്നവർക്കായാലും 4 മണി ചായക്കൊപ്പമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവൽ ലഡു ഉണ്ടാക്കുന്നതിനായിട്ട് ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് മട്ട അവൽ, 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂ നട്ട്സ്, 1.5 കപ്പ് ശർക്കര, 1 കപ്പ് നാളികേരം ചിരവിയത്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി പാനിയാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് അവലിട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 200 ml മെഷറിംഗ് കപ്പിലാണ് കേട്ടോ അവൽ അളന്നെടുത്തത്. അവലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് തരിയോട് കൂടിയ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇതുപോലെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇനി കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ ബാക്കിയുള്ള നെയ്യിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. നാളികേരം ചൂടായി വന്നു കഴിയുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി വറ്റിച്ചെടുക്കാൻ നിൽക്കേണ്ടതില്ല കേട്ടോ. നാളികേരവുമായി ഒന്ന് മിക്സായി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ചൊന്ന് ചൂടാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി പൊടിച്ച് വെച്ച അവൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അവൽ ലഡു ഇരിക്കും തോറും ഹാർഡ് ആവാതെ നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. അവസാനമായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ അവൽ ലഡു മിക്സ് റെഡി. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഞാനിതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തത്. ഞാനെടുത്ത അളവ് പ്രകാരം ഇന്ന് 13 ലഡു ഉണ്ടാക്കിയെടുത്തിരുന്നു. അപ്പോൾ അവൽ ലഡു ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.